അവളുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. അപ്രതീക്ഷിതമായി അടുത്ത നവോത്സര ദിനം മഠത്തിൽ പ്രവേശിക്കുവാൻ്റെ അനുമതിയോടുകൂടിയ മഠാധിപതിയുടെ കത്ത് അവൾക്ക് ലഭിച്ചു. പ്രതിബന്ധങ്ങളൊക്കെയും എതിരായി നല്ല ദൈവം തിരുമനസ്സായത് നിറവേറ്റി. തങ്ങളുടെ ഇഷ്ടം സാധിക്കാനല്ല അവിടുത്തെ സൃഷ്ടികളെ അനുവദിച്ചത്. പ്രത്യുത തൻ്റെ തിരുമനസ് അവർ നിറവേറ്റേണ്ടിയിരുന്നു. സന്തോഷം കൊണ്ട് മതിമറന്ന കൊച്ചുത്രേസ്യ ആ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മനിഗ്രഹം ഇവയിലായിരുന്നു. അന്യരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ സദാ സന്നദ്ധമായ തന്നിഷ്ടത്തെ നിയന്ത്രിക്കുക, ചെറിയ സേവനങ്ങൾ അനുഷ്ഠിച്ച് അവയ്ക്ക് വില കൽപ്പിക്കാതിരിക്കുക, പുറം ചാരാതിരിക്കുക തുടങ്ങിയവ. ഈദൃശ്യ നിസ്സാര ഗുണങ്ങളുടെ അനുഷ്ഠാനം മൂലമാണ് യേശുവിൻ്റെ പ്രതിശ്രുത വധുവാകുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്തെല്ലാം മധുരസ്മരണകളാണ് ആ കാത്തിരിപ്പ് എന്നിൽ നിലനിർത്തിയിട്ടുള്ളതെന്ന് വിവരിക്കുവാൻ ഞാൻ അശക്തിയാണ്. 3 മാസം അതിവേഗം കടന്നുപോയി. അതിതീവ്രമായി അഭിലഷിച്ചുകൊണ്ടിരുന്ന നിമിഷം അവസാനം വന്നെത്തി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.